A and B together can complete a piece of work in 35 days, while A alone can complete the same work in 60 days. In how many days B alone will be able to complete the same work? Option A 76 days, option B 80 days, option C 84 days, and option D 92 days. അപ്പോൾ ഇതൊരു ടൈം ആൻഡ് വർക്ക് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 35 ഡേയ്സ്. എ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും ഒരുമിച്ച് ഒരു ജോലി 35 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. വൈൽ എ അലോൺ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 60 ഡേയ്സ്. എ ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്താൽ 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇൻ ഹൗ മെനി ഡേയ്സ് ബി അലോൺ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക്. അങ്ങനെയെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ ടൈം ആൻഡ് വർക്കിൽ നിന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എയും ബിയും കൂടി ഒരു ജോലി 35 ദിവസം കംപ്ലീറ്റ് ചെയ്യും. അതേ വർക്ക് എ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ 60 ദിവസം എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ആവാൻ. അങ്ങനെയെങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രീവിയസ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് 2 മെത്തേഡിൽ ഇത് ഫോളോ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഫോർമുല യൂസ് ചെയ്തും രണ്ടാമത്തത് LCM മെത്തേഡ്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഈ മെത്തേഡിൽ ചോദിക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഫോർമുല മെത്തേഡാണ്. റൈറ്റ്, അപ്പോൾ നമുക്ക് 2 മെത്തേഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫോർമുല വെച്ചുള്ളത്. അപ്പോൾ എന്തായിരുന്നു ആ ഫോർമുല? എ ബി ബൈ എ മൈനസ് ബി. റൈറ്റ്, അതിൽ എ എന്ന് പറയുന്നതാണ് ഒരു വ്യക്തി ചെയ്യുന്ന വർക്ക്. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആവാൻ എത്ര ദിവസം എടുക്കും? ബി എന്ന് പറയുന്നത് എന്തെന്ന് എടുക്കണം? എയും ബിയും കൂടി ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. റൈറ്റ്, അപ്പം നമുക്ക് എ എന്താണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് എത്രയാണ്? 35 ഡേയ്സ് ആണല്ലേ, 60 ഡേയ്സ് ആണല്ലേ. 60 ഡേയ്സ് ആണ് എ. ബി എന്താണ്? ബി എന്ന് പറയുന്നത് 35 ഡേയ്സ്. റൈറ്റ്, അപ്പോൾ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കിട്ടും 60 × 35 ഡിവൈഡഡ് ബൈ 60 - 35. ഇത് സിംപ്ലിഫൈ എങ്ങനെ കിട്ടും? 60 × 35 നമുക്ക് അതേപോലെ എഴുതാം. 60 - 35, 60 - 35 എത്രയാണ്? 25 അല്ലേ. റൈറ്റ്, 25. റൈറ്റ്, ഇനി എന്ത് ചെയ്യണം? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും നമുക്ക് 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ 25 5 പ്രാവശ്യം, 35 7 പ്രാവശ്യം, 7 5 35. ഇനി 5 കൊണ്ട് 60 ക്യാൻസൽ ചെയ്യുമ്പോൾ 6 5 1 പ്രാവശ്യം, റിമൈനിങ് 1, 10 5 2 പ്രാവശ്യം. അപ്പോൾ എന്ത് കിട്ടി? 12 × 7 എന്ന് കിട്ടി. 12 7 എത്രയാണ്? 84. അതായത് 84 ദിവസം, 84 ഡേയ്സ്. റൈറ്റ്, തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. അപ്പോൾ ഈ ഫോർമുല അറിയാമെന്നുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. എ ബി ബൈ എ മൈനസ് ബി. റൈറ്റ്, ഇനി അടുത്ത് LCM മെത്തേഡ് എങ്ങനെ ചെയ്യാം? അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ആണ് LCM മെത്തേഡ്. അപ്പം സെക്കൻഡ് മെത്തേഡ് നോക്കാം. മെത്തേഡ് 2, അതായത് LCM മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, LCM മെത്തേഡിൽ എന്താണ് ചെയ്യുക? 2 വാല്യൂസ് അതുപോലെ എടുത്ത് എഴുതുക. നമുക്ക് അതിൻ്റെ വാല്യൂസ് എന്നാണ് 60 35. ഞാനപ്പോൾ 60 എഴുതി, 35 എഴുതി. റൈറ്റ്, 60 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. റൈറ്റ്, 35 എന്താണ്? എയും ബിയും കൂടി വർക്ക് ചെയ്താൽ എടുക്കുന്ന ദിവസമാണ്. റൈറ്റ്, ഇനി അടുത്ത് എന്താണ് സ്റ്റെപ്പ്? നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ LCM കാണുക. 35ൻ്റെയും 60ൻ്റെയും LCM കാണുക. റൈറ്റ്, 35ൻ്റെ 60ൻ്റെ LCM എത്രയാണ്? നമുക്ക് 2 തരത്തിൽ കാണാം. ഒന്ന് ഈ വലിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ എടുക്കുക, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താണ്? നമുക്കിങ്ങനെ എഴുതാം. 60 35 ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 5 60ൽ 5 എത്ര പ്രാവശ്യം? 12 പ്രാവശ്യം. 35ൽ 5 7 പ്രാവശ്യം. റൈറ്റ്, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവയെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 3നെയും. റൈറ്റ്, അപ്പോൾ 12 5 എത്രയാണ്? 60. 6 × 7 എത്രയാണ്?
42, 420, റൈറ്റ്. 420, അതായത് 5, 12, 60, 42, 420, റൈറ്റ്. അപ്പം ഇവിടെ നോക്കുക, ഈ LCM എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്കാണ്. അപ്പോൾ ഇതിനെ ഓരോന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഈ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ ഇതിൽ ഡൗട്ടുള്ളവർ പ്രീവിയസ് വീഡിയോസ് ഒന്ന് കാണുക, റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 420 ഡിവൈഡ് ബൈ 60 എത്രയാണ്? 7 അല്ലേ? 7 വരും. 35, 42 എത്രയാണ്? അതായത് 420 ഡിവൈഡ് ബൈ 35 നോക്കുമ്പോൾ 42 35 ഒരു പ്രാവശ്യം, റിമൈനിങ് ഉള്ളത് 7, 70 35 2 പ്രാവശ്യം. നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി, 12 കിട്ടി. ഇതെന്താണ്? എ ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ 7ആണ്. അതായത് ടോട്ടൽ വർക്ക് 420 ആണെങ്കിൽ എ ഒറ്റയ്ക്ക് ഒരു ദിവസം 7 വർക്ക് ചെയ്യും. സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. 420 ബ്രിക്സ് അല്ലെങ്കിൽ നമ്മൾ ഹോളോ ബ്രിക്സ്, നമ്മളൊക്കെ കല്ലറിയാമല്ലോ, കല്ലുണ്ടെന്ന് വിചാരിക്കും. 420 കല്ലുണ്ട്. അങ്ങനെയെങ്കിൽ എ ഒറ്റയ്ക്ക് ഒരു ദിവസം 7 കല്ല് എടുത്തുകൊണ്ട് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസ് വയ്ക്കണം. അതാണ് ജോലി. ഈ ബ്രിക്സൊക്കെ ഒരിടത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്, 420 ബ്രിക്സ്. അതിനെ ഒരിടത്ത് നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് വേറൊരിടത്ത് വയ്ക്കണം. അതാണ് ഡ്യൂട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എ ഒറ്റയ്ക്ക് ഒരു ദിവസം 7 എണ്ണം എടുത്ത് വയ്ക്കും, റൈറ്റ്. അങ്ങനെ 60 ദിവസം കൊണ്ട് 420 എണ്ണം വയ്ക്കാനുള്ള പ്ലേസ് കൊണ്ട് വയ്ക്കുന്നു. അതേസമയം എയും ബിയും കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം 12 ബ്രിക്സ് എടുത്ത് വയ്ക്കും, റൈറ്റ്. അങ്ങനെയെങ്കിൽ 35 ദിവസം ആകുമ്പോൾ എയും ബിയും കൂടി ഈ 420 ബ്രിക്സിനെയും വയ്ക്കേണ്ട പ്ലേസിൽ കൊണ്ട് വയ്ക്കുന്നു, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, എ ഒറ്റയ്ക്കെങ്കിൽ 7, എയും ബിയും കൂടി 12. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 12 - 7, അതായത് 5 എന്ന് പറയുന്നത് എന്താണ്? ബി ഒറ്റയ്ക്ക് ചെയ്യുന്നത്. എ ഒറ്റയ്ക്ക് 7 എണ്ണം, എയും ബിയും കൂടി 12. അപ്പോൾ റിമൈനിങ് ഉള്ള 5 ആരാണ് ചെയ്യുന്നത്? ബി ആണ്, റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ബി ഒരു ദിവസം ചെയ്യുന്ന 5, റൈറ്റ്. 5. നമുക്ക് മൊത്തം ടോട്ടൽ എത്രയാണുള്ളത്? 420 എണ്ണം ഉണ്ട്, റൈറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര ദിവസം എടുക്കും എങ്ങനെ കണ്ടുപിടിക്കാം? ബി ഒരു ദിവസം 5 എണ്ണം എടുക്കുമെങ്കിൽ 420 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 420 ഡിവൈഡ് ബൈ 5, റൈറ്റ്. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടും 8 5 40, റിമൈനിങ് 2. 20ൽ 5 എത്രയാണ്? 4 പ്രാവശ്യം. അതായത് 84 ദിവസം കൊണ്ട് ബി ഒറ്റയ്ക്ക് ആ സ്റ്റോൺ ഒരിടത്തുനിന്ന് മറ്റിടത്ത് വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 84 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പം ഇതിലെന്താണ് പറഞ്ഞിരുന്നത്? എ ബി 2 വ്യക്തികളുണ്ട്. എയും ബിയും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 35 ദിവസം എടുക്കും, റൈറ്റ്. അതേസമയം എ ഒറ്റയ്ക്കാണ് ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ 60 ദിവസം എടുക്കും. എങ്കിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ബി ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും? അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ആദ്യം ഫോർമുല മെത്തേഡ് യൂസ് ചെയ്തു. എന്താണ്? എ ബി ബൈ എ മൈനസ് ബി, എ ബി ബൈ എ മൈനസ് ബി. അതിൽ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുത്തു, നമുക്ക് 84 കിട്ടി. അത് നമ്മുടെ ഫോർമുല യൂസ് ചെയ്തുള്ള മെത്തേഡ്. രണ്ടാമത് LCM മെത്തേഡ്. LCM മെത്തേഡ് എങ്ങനെയാണ്? തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ എഴുതി, അത് ആ 2 വാല്യൂസിൻ്റെയും LCM കണ്ടുപിടിച്ചു. ഈ LCM എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കാണ്. അതിനെ ഈ ഓരോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയത് എന്താണ്? ആ കറസ്പോണ്ടിങ് വ്യക്തിയുടെ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ആളുടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് ആ തന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയ ആൻസർ, റൈറ്റ്. അങ്ങനെയെങ്കിൽ എയുടെ കിട്ടി. എയുടെ എത്രയാണ്? 7 എന്ന് കിട്ടി. ഒരു ദിവസം എ 7 വർക്ക് ചെയ്യും. അതേസമയം എയും ബിയും കൂടെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 12 വർക്കാണ്. അതായത് ഈ ടോട്ടൽ 12 വർക്കിൽ 7 വർക്ക് എ ചെയ്യും, റിമൈൻ വർക്ക് ചെയ്യുന്ന ആരാണ്? ബി ആണ്, റൈറ്റ്. അപ്പം ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 5 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ബി ആ ടോട്ടൽ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ആ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ 420 ഡിവൈഡ് ബൈ ഒരു ദിവസത്തെ വർക്ക്, അതായത് 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 84. അതായത് ബി ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 84 ദിവസമായിരിക്കും, റൈറ്റ്. ആവറേജ് ഓഫ് 10 scores ഈസ് 80. When the highest and the lowest scores are dropped, the average is 81. If the highest score is 92, then lowest score will be option A 80, option B 78, option C 76 and option D 60. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ആവറേജ് ഓഫ് 10 scores ഈസ് 80. അപ്പം ഒരു 10 സ്കോർ എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്തപ്പോൾ 80 കിട്ടിയത്.
When the highest and the lowest scores are dropped, the average is 81. അപ്പം ആ സ്കോറുകൾ 10 ഡിഫറൻറ്റ് സ്കോറുണ്ട്, അതിൻ്റെ ആവറേജ് 80 അതിൽ വലിയ സ്കോറിനെയും അതിൽ ഏറ്റവും ചെറിയ സ്കോറിനെയും മാറ്റിയപ്പോൾ ബാക്കിയുള്ള നമ്പറുകളുടെ ആവറേജ് എടുത്തപ്പോൾ എത്ര കിട്ടി? 81. അതായത് ആവറേജ് 1 കൂടി. ഇഫ് ദ ഹയസ്റ്റ് സ്കോർ ഈസ് 92 ദെൻ ദ ലോവസ്റ്റ് സ്കോർ വിൽ ബി. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതിൽ ആ ഡ്രോപ്പ് ചെയ്തതിൽ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 92 എങ്കിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ദ ലോവസ്റ്റ് സ്കോർ ഈസ്. അപ്പം ആവറേജ് റിലേറ്റഡ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു 10 സ്കോർ എടുത്തു, ആ 10 സ്കോറിൻ്റെ ആവറേജ് 80 അതിൽ വലിയ സ്കോറും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്കോറിനെയും ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്കോറിനെയും മാറ്റിയപ്പോൾ ആവറേജ് 81 മാറി. അതിൽ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ആ ഒഴിവാക്കിയ ഹയസ്റ്റ് സ്കോർ 92 എങ്കിൽ ലോവസ്റ്റ് സ്കോർ എത്രയെന്ന് കണ്ടുപിടിക്കണം. റൈറ്റ്? അപ്പം നമുക്കറിയാം ഒരു നമ്പറിൻ്റെ ആവറേജും എണ്ണവും തന്നിരുന്ന ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം? എണ്ണം ഇൻറ്റു ആവറേജ്. റൈറ്റ്? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 10 ആവറേജ് സ്കോറാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എത്രയാണ്? 80. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 800. അതായത് ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 800. ഇനി എന്താണ് പറഞ്ഞിരുന്നത്? ലോവസ്റ്റ് സ്കോറും ഹയസ്റ്റ് സ്കോറും എന്ത് ചെയ്തു? ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ആവറേജ് 81. റൈറ്റ്? ഇഫ് ദ ഹയസ്റ്റ് സ്കോർ ഈസ് 92 ദെൻ ദ ലോവസ്റ്റ് സ്കോർ. റൈറ്റ്? അപ്പം ഹയസ്റ്റ് സ്കോറും ലോവസ്റ്റ് സ്കോറും സ്കോർ ചെയ്തു. അപ്പം ടോട്ടൽ എത്രയായി? മൊത്തവും 10 ഉണ്ടായിരുന്നു, അതിൽ 2 സ്കോർ കളഞ്ഞു. അപ്പോൾ റിമൈനിങ് ഉള്ള എത്രയാണ്? 8 ഉണ്ട്. ഇപ്പോൾ ആവറേജ് എത്രയാണ്? 81. റൈറ്റ്? അപ്പോൾ 81 × 8, അതായത് ഹയസ്റ്റ് സ്കോറും ലോവസ്റ്റ് സ്കോറും നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ബാക്കിയുള്ള റിമൈനിങ് സ്കോറുകളുടെ ടോട്ടൽ എത്രയാണ്? 81 × 8, അതായത് 8 8 8 648. റൈറ്റ്? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ടോട്ടൽ എല്ലാ സ്കോറും കൂട്ടുമ്പോൾ 800, അതേസമയം 2 ഹയസ്റ്റ് ആയിട്ടുള്ളതും ലോവസ്റ്റ് ആയിട്ടുള്ള 2 സ്കോറും മാറ്റിയിട്ട് ബാക്കിയുള്ളവയുടെ ടോട്ടൽ എടുക്കുമ്പോൾ എത്ര കിട്ടും? 648 കിട്ടും. റൈറ്റ്? അപ്പോൾ ലോവസ്റ്റും ഹയസ്റ്റുമായിട്ടുള്ള സ്കോറുടെ തുക എത്രയായിരിക്കും? ഇവയുടെ ഡിഫറൻസ് ആയിരിക്കും. റൈറ്റ്? അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? അത് 10 ൽ 8 പോയാൽ 2, ഓക്കെ, 9 ൽ 4 പോയാൽ 5, അടുത്ത ഇവിടെ ഉള്ളത് 7, 7 - 6 1, അതായത് 152 വരും. റൈറ്റ്? 152 ഏതാണ്? ഹയസ്റ്റ് നമ്പറിൻ്റെയും ലോവസ്റ്റ് നമ്പറിൻ്റെയും ടോട്ടൽ. ഓക്കെ, അതിൽ നമുക്ക് അപ്പോൾ ഹയസ്റ്റ് നമ്പറിൻ്റെയും ഹയസ്റ്റ് സ്കോറിൻ്റെയും പ്ലസ് ലോവസ്റ്റ് സ്കോറിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് 152. റൈറ്റ്? അങ്ങനെയെങ്കിൽ ലോവസ്റ്റ് നമുക്ക് ഹൈ സ്കോർ തന്നിട്ടുണ്ട്, എത്രയാണ്? 92 തന്നിട്ടുണ്ട്. അപ്പോൾ ലോവസ്റ്റ് സ്കോർ എങ്ങനെ പഠിക്കാം? ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 152 - 92. റൈറ്റ്? പിന്നെ കുറയ്ക്കുമ്പോൾ ഇത് വരും. അപ്പോൾ കുറയ്ക്കുമ്പോൾ ഇവിടെ എത്രയാണ്? 60 കിട്ടും. റൈറ്റ്? അതായത് ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 60. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരുന്നത്? 10 സ്കോറുകളുടെ ആവറേജ് 80 തന്നിരുന്നു. അപ്പോൾ 10 × 80 എന്ന് പറയുന്നത് ടോട്ടൽ സ്കോറാണ്. റൈറ്റ്? 800. അടുത്തെന്താണ് പറഞ്ഞത്? ലോവസ്റ്റ് സ്കോറും ഹയസ്റ്റ് സ്കോറും ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവയുടെ ആവറേജ് എത്രയാവും? 81 ആവും. അതായത് റിമൈനിങ് ഉള്ള എത്രയാണ്? ഹൈ സ്കോറും ലോവസ്റ്റ് സ്കോറും കഴിയുമ്പോൾ റിമൈനിങ് ഉള്ളത് 8 സ്കോറാണുള്ളത്. അപ്പോൾ 8 × പുതിയ ആവറേജ് നടത്തുന്നത് 81. അപ്പോൾ 8 × 81 648 കിട്ടി. റൈറ്റ്? അപ്പോൾ റിമൈനിങ് ഉള്ള, അതായത് ലോവസ്റ്റും ഹയസ്റ്റും സ്കോറുകളുടെ തുക എന്നുള്ള എത്രയായിരിക്കും? ഇവയുടെ ഡിഫറൻസ് ആയിരിക്കും. കാരണം 10 സ്കോർ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 8 സ്കോർ. റിമൈനിങ് ഉള്ള 2 സ്കോറിൻ്റെതെന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫറൻസ് ആണ്. റൈറ്റ്? 152 കിട്ടി. അടുത്തതിൽ ഹയസ്റ്റ് സ്കോർ 92 തന്നിരുന്നു. അപ്പോൾ ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 152 - 92, അതായത് 60.